الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين آداب الصيام നോമ്പുകളുടെ ആദാബാണ്. അത് ഫർള് നോമ്പായാലും സുന്നത്ത് നോമ്പായാലും എല്ലാം മൊത്തത്തിലാണ് പറയുന്നത്. ലാ യംബഗി അൻ തഖ്തസിറ അലാ സിയാമി റമളാൻ, റമളാൻ മാസത്തിൻ്റെ നോമ്പിൻ്റെ മേലെ മാത്രം ചുരുക്കരുത്. പല നോമ്പുകളുണ്ട്. അപ്പം ഫതത്റുക തിജാറത ബിൻ നവാഫിൽ വ കസ്ബി ദറജാതി ബിൽ ഫറാദീസി, പിന്നെ ഫതതഹസ്സറ, അപ്പം എന്താക്കും, നവാഫിൽ കൊണ്ടുള്ള ഇത് ലാഭം കിട്ടലുണ്ടല്ലോ, അത് നീ ഒഴിവാക്കേണ്ടി വരും. അതുപോലെ ഫിർദൗസ്, സ്വർഗത്തിലെ വലിയ ദർജയാണ് ഫിർദൗസ്, അതിലുള്ള ഉന്നതമായ ദർജകൾ കരസ്ഥമാക്കലിനെ തൊട്ടും നീ എന്താക്കും, ഉപേക്ഷിക്കപ്പെടും. അപ്പോൾ ഫതതഹസ്സറ, ഇദാ നളർത ഇല സ്വായിമീന കമാ തൻദുറു ഇലൽ കൗകബി ദുദ്ദിയി വഹും ഫി അലാഇല്ലിയീൻ, നോമ്പുകാരൊക്കെയുള്ള നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഖേദം തോന്നും, ഞാനും നോറ്റില്ലല്ലോ എന്ന്. ഏതുപോലെ നീ നോക്കലെന്നറിയോ, പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെ ഭൂമിയിൽ നിന്ന് നോക്കുന്നില്ലേ, അതേമാതിരി അവരുടെ ദർജ ഉയർന്നിട്ടായിരിക്കും. അഹും ഫി അലാഇല്ലിയീൻ, ഉന്നതമായ ദർജയിൽ നിന്ന് ഉന്നതമായ ദർജയിലായിരിക്കും അവരുണ്ടാവുക. അത് കാണുമ്പോൾ എനിക്ക് ഖേദം തോന്നും. ഇനി വൽ അയ്യാമുൽ ഫാദിലത്തുല്ലത്തി ഷഹിദത്തിൽ അഖ്ബാറു ബി ഷറഫിഹ, മഹത്വമുണ്ടെന്ന് ധാരാളം ഹദീസുകൾ നമുക്ക് സാക്ഷ്യം വഹിച്ച മേത്തരം ദിവസങ്ങളുണ്ട്. ഇത് നോമ്പിൻ്റെ ആദാബെല്ലാം പറയും, ഫർളോമ്പിൻ്റെ എല്ലാം പറയും. അതാ ശേഷം പറയുന്നുണ്ട്. അതെ, അതുകൊണ്ട് റമദാൻ മാത്രം ചുരുക്കണ്ട എന്ന് പറയുമ്പോൾ അതിന് ബാക്കി ഒന്നല്ല. വജസീലി സവാബി ഫി സുയാമിഹ, ആ ദിവസങ്ങളിൽ നോമ്പ് നോക്കുമ്പോഴുള്ള വമ്പിച്ച പ്രതിഫലം അതും ഹദീസിൽ വാരിതായിട്ടുണ്ട്. അത് തർത്തീബിലെ എണ്ണുന്നു. യൗമു അറഫ, അറഫ ദിവസം, അത് നമുക്കെല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഹാജിമാർക്ക് വേണ്ട, അവർക്കെന്നാ ഭയങ്കര പണിയും തിരക്കും, അറഫയിൽ നിൽക്കുന്ന ഇതില്ലേ. അതുപോലെ യൗമ ആഷൂറ, ആഷൂറ ദിവസം, അതും എല്ലാവർക്കും അറിയാം. വൽ അഷ്റുൽ അവ്വലു മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 എന്ന് പറഞ്ഞാൽ 10 ഉണ്ടാവില്ലേ, 9 വരെ, 10 പെരുന്നാളായിപ്പോയല്ലോ. അപ്പോൾ ആ 9 എന്ത് പെട്ട്, യൗമ അറഫ പെട്ടിട്ടുണ്ട്. വൽ അഷ്റുൽ അവ്വലു മിനൽ മുഹറമിൽ നിന്നുള്ള ആദ്യത്തെ 10, അത് പിന്നെ ഒഴിവാക്കാനൊന്നുമില്ല, പെരുന്നാളില്ലല്ലേ ഇല്ല. പിന്നെ റജബ് ഷഅബാൻ, ഫുള്ളായിട്ട് തന്നെ അവിടെ പിന്നെ അഷ്റുൽ അവ്വൽ എന്ന് പറഞ്ഞിട്ടില്ല. അഥവാ പറഞ്ഞത് റജബി ഷഅബാൻ എന്ന് പറഞ്ഞിട്ട് വരും, പക്ഷെ റജബു വല്ല അഷ്റുൽ അവ്വലിൻ്റെ മുള്ളാന്ന് അസഫ്, അപ്പോൾ ഫുൾ തന്നെ. വസൗമുൽ അഷ്ഹുറുൽ ഹുറമി മിനൽ ഫലാഇൽ, യുദ്ധം ഹറാമാക്കപ്പെട്ട 4 മാസങ്ങളുണ്ട്. ഏതെല്ലാന്ന്? റജബ് ഒന്നായിട്ട് നിൽക്കുന്നുണ്ട്, പിന്നെ തുടർച്ചയായ 3 ഉണ്ട്. ദുൽഹിജ്ജ, മുഹറം, അതാണ് സലാസും മുത്തവാലിയാത്ത്, തുടരെയുള്ള 3, ഒറ്റക്ക് നിൽക്കുന്ന 1, അതാണ് പറയുന്നത്. അതാ ഏതെല്ലാം മാസം? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം 3 ഉണ്ടായി. വ റജബുൻ, അപ്പം വാഹിദുൻ ഫർദ്, ഒരു റജബ് മാസം ഒറ്റക്കുണ്ട്. വ സലാസത്തുൻ സർദുൻ, 3 എണ്ണമോ തുടർച്ചയായിട്ടും വരുന്നുണ്ട്. വഹാദ ഫിസ്സനത്തി, ഇതൊരു കൊല്ലത്തിലുള്ള നോമ്പായി പറഞ്ഞത്, മറ്റേതോ മാസങ്ങളെ. വമ്മ ഫിസ്സഹരി, അതായത് മാസങ്ങളിലുള്ളത് അവലുഹു വൗസത്തുഹു വാഹിറുഹു, തുടക്കത്തിലുമുണ്ട്, നടുവിലുണ്ട്, അവസാനത്തിലുണ്ട്. വൽ അയ്യാമുൽ ബീൽ വഹിയ സാലിസ അഷറ വറാബി അഷറ വൽ ഖാമിസ, മാസം 13, 14, 15 ദിവസങ്ങളുണ്ടല്ലോ, അതാണ് അയ്യാമുൽ ബീൽ, അത് നടുവിലുണ്ടാകും. വഅമ്മാ ഫിൽ ഉസ്ബൂ, ഇനി ആഴ്ചയിൽ വരുന്ന നോമ്പ്, ഫൽ ഇസ്നൈൻ വൽ ഖമീസു വൽ ജുമുഅ, തിങ്കളാഴ്ച, പിന്നെ വ്യാഴാഴ്ച, ജുമുഅൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, തൊട്ട മുമ്പോ ശേഷമോ നോമ്പും കൂടെ നോക്കണമെന്ന്. ഒറ്റക്കായാൽ കറാഹത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതെ, മാസത്തിൻ്റെ തുടക്കം. അത് തുടക്കത്തിലുള്ള നോമ്പ് ഏതാണെന്നുണ്ടാവില്ല. പിന്നെ അയ്യാമ് സൂദാണെങ്കിൽ ആഖിറിൽ ഉണ്ടാവില്ലേ? അല്ല, ദുൽഖഅദ മാസത്തിൽ അല്ല, അശ്ഹറുൽ ഹുറം ഫുള്ളായല്ല. ദുൽഹിജ്ജയിൽ പെരുന്നാൾ കൊടുക്കുന്നു, അയ്യാമത്തെ ശരിക്ക് വരുന്നുണ്ടല്ലോ അത് ഫുള്ളില്ലാത്ത 4 ദിവസം അവിടെ പോയല്ലോ. ഇനി ഫക്കഫിർ ദുനൂബൽ ഉസ്ബുഅ്, ഒരാഴ്ചയിലുണ്ടായ ദോഷങ്ങൾ നീ പൊറുപ്പിക്കണം. ബി യൗമിൽ ഇസ്നൈനി വൽ ഖമീസ് വൽ ജുമുഅ, തിങ്കൾ, വ്യാഴം, വെള്ളി 3 നോമ്പ് കൊണ്ട് അത് പൊറുപ്പിക്കുക. നോമ്പ് കൊണ്ട് പൊറുക്കാനുള്ളത് പൊറുക്കും. ജുമുഅ പറ്റും. ഇനി വക്കഫിർ ദുനൂബ ഷഹരി, മാസത്തിലുള്ള ദോഷങ്ങൾ പൊറുപ്പിക്കണം. ബിൽ യൗമിൽ അവ്വലി മിന ഷഹരി വൽ യൗമിൽ ഔസതി വൽ യൗമിൽ ആഖിരി വൽ അയ്യാമിൽ ബീദ്. ഒന്ന് മാസത്തിലുള്ള തുടക്കത്തിലുള്ളൊരു നോമ്പ്, അതുപോലെ നടുവിലുള്ളൊരു നോമ്പ്, അവസാനത്തിലുള്ള നോമ്പ് അയ്യാമുൽ ബീദ്. അയ്യാമുൽ ബീദ് നടുവിൽ വരുമല്ല. വക്കഫിർ ദുനൂബ സനത്തി, ഇനി കൊല്ലത്തിലുള്ള ദോഷങ്ങൾ പൊറുപ്പിക്കില്ല. എങ്ങനെ? ബി സിയാമി ഹാദിഹിൽ അയ്യാമി, ഈ പറയപ്പെട്ട എല്ലാം കൂടെ നോറ്റാൽ ഒരു കൊല്ലത്തിലേക്കായല്ല. വൽ അഷ്ഹുറിൽ മദ്കൂറ, മേൽ പറയപ്പെട്ട മാസങ്ങളും. ഇനി ചില ആദാബാണ് പറയുന്നത്. വലാ തനുന്നന്ന, നീ വിചാരിക്കണ്ട, ഇതാ സുംത, നോമ്പ് നോറ്റാലി, അന്ന സൗമഹു വ തർക്കു തആമി വശറാബി വൽ വിഖാഅ്, തആമു ശറാബി മറ്റെല്ലാം ഒഴിവാക്കിയ നോമ്പായി എന്ന് വിചാരിക്കൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ പട്ടിണി നടന്നാൽ മതിയല്ല. അതാ ഫഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കമ്മിൻ സായിമിൻ, എത്രയോ നോമ്പുകാരുണ്ട്, ധാരാളം ഉണ്ടെന്നാണ്. ലൈസ ലഹു മിൻ സിയാമിഹി, അവൻ്റെ നോമ്പിൽ നിന്ന് അവനില്ല ഇല്ലൽ ജൂഅല്ല തശ്, വിശപ്പും ദാഹല്ലാണ്ട് വേറെ ഒരു ഗുണവും ചെയ്തിട്ടില്ല. അതും ഇതും വർത്താനം പറഞ്ഞിട്ടും നേരം കളഞ്ഞിട്ട് കുറേ വിശപ്പ്. അവൻ ഭക്ഷണത്തിൻ്റെ ടൈം മാറിയെന്ന് ഇപ്പം വരുന്നുള്ളൂ. എന്നിട്ടോ ഒഴിഞ്ഞു പോയതെല്ലാം ഒന്നിച്ചങ്ങോട്ട് കഥ കൂട്ടുകയും ചെയ്യും. എന്താ ബൽ തമാമു സിയാമി, നോമ്പിൻ്റെ പൂർണ്ണത, ബികഫിൽ ജവാരിഹി കുല്ലിഹ, മുഴുവൻ അംഗങ്ങളെയും തടുത്തു നിർത്തലാണ്. അമ്മ യക്റഹുല്ലാഹു തആല, അള്ളാഹു തആലാക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ തൊട്ട്. അപ്പോൾ ഓരോന്നുണ്ടെന്നതാ. ഫയംബഗി, അതാ പാട്ടിട്ട് പറഞ്ഞു, അത് മൊത്തത്തിൽ അംഗം എന്ന് പറഞ്ഞിട്ട് പാട്ടിട്ട്, അൻ തഹ്ഫദൽ ഐന, കണ്ണിനെ കാക്കലാണ്. അനിൻ നളരി ഇലൽ മക്കാരിഹി, വിരോധിക്കപ്പെട്ട നോട്ടങ്ങളെ തൊട്ട് കണ്ണിനെ കാക്കുക. അപ്പോൾ കണ്ണിൻ്റെ നോമ്പായി. വൽ ലിസാനിനെ കാക്കുക, അനിൻ നുത്തക്ക് ബിമാല യാനിക്ക്, ആവശ്യമില്ലാത്ത സംസാരങ്ങളെ തൊട്ടിട്ട്. രണ്ടായില്ലേ? വൽ ഉദിന, കാതിനെ സൂക്ഷിക്കണം. അല്ലിസ്തിമ ഇലാമ ഹറമഹുല്ലാഹു അസ്സ വജല്ല, അള്ളാഹു തആല വിരോധിച്ച കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്ന തൊട്ട്. എന്തുകൊണ്ട്? ഫഇന്നൽ മുസ്തമിഅ ശരീകുൽ ഖായിലി, ഈ കേൾക്കുന്നവന് പറയുന്നവൻ്റെ ശരീക്കാന്ന്. കേൾക്കാൻ നിൽക്കുന്നുണ്ടല്ലോ അവൻ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അന്തന്മാർ പോലെ ആളില്ലാണ്ട് പറയൂലല്ലോ. അപ്പോൾ സംസാരത്തിന് പ്രചോദനം നൽകുന്ന ഏതാണ്? കേൾക്കലാണ്. അതുകൊണ്ട് ബഹു അഹദുൽ മുഖ്താബൈൻ, ഗീബത്ത് പറഞ്ഞ രണ്ടിൽപ്പെട്ട ഒരാളവനായി. ഒന്ന് പറഞ്ഞവനും ഒന്ന് കേട്ടവനും. വകദാലിക തകുഫ് ജമീഅൽ ജവാരിഹി, ഇതുപോലെ ബാക്കി അംഗങ്ങളും മുഴുവനും നീ കാക്കണം. എന്നിട്ട് കമാ തകുഫുൽ ബത്ന വൽ ഫർജ, ബത്നും ഫർജും നേരത്തെ കാക്കലിൽ പെട്ടിട്ടുണ്ട്. അതാ ഫഫിൽ ഖബരി, ഹദീസിലുണ്ട്, ഖംസുൻ യുഫത്തിന്ന സായിമ, 5 കാര്യം നോമ്പ് മുറിച്ച് കളയുന്നു. കണ്ടാ? ഒന്നേതാ? അൽ കദിബു, 2 ഗീബത്ത്, 3 നമീമത്ത്, 4 യമീനുൽ കാദിബത്ത്. അപ്പോൾ ഇതെല്ലാം ഇതിലാണ് നാവിലുള്ളത്. കദിബ്, ഗീബത്ത്, നമീമത്ത്, യമീനുൽ കാദിബ. വൻ നദറു ബി ശഹബത്തോടു കൂടിയുള്ള നോട്ടം, അത് പിന്നെ കണ്ണിനാണ് ബാധിക്കൽ. കള്ളസത്യം. വഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമ സൗമു ജുന്നത്തുൻ എന്നാണ്. നോമ്പ് എന്നുള്ളത് ഒരു പരിചയമാണ്, ഒരു പ്രതിരോധ വസ്തുവാണ്. അത് തന്നെയാണെന്നാണ് പറഞ്ഞത്. അതാ ഇന്നമ. അപ്പോൾ ഫൈദാഖാന അഹദുക്കും സായിമൻ, നിങ്ങളിൽപ്പെട്ട ഒരാൾ നോമ്പുകാരനാണെങ്കിൽ, ഫലാ യുർഫുസ്, ചീത്തയായ വാക്കുകളൊന്നും പ്രവർത്തിക്കലോ ഒന്നും പാടില്ല. അല്ല എല്ലയിൽപ്പെട്ട്. വലാ യജ്ഹൽ, വിവരക്കേട് കാട്ടരുത് മറ്റുള്ളവരോട്. ഫൈനിമ്രുഉൻ ഖാതലഹു ഔ ഷാതമഹു, ഒരു മനുഷ്യൻ എന്താക്കി ഇവനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ചീത്ത പറയാനോ വന്നാൽ,
ഫൽ യഖുൽ ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണെന്ന് പറയുക എന്ന്. അത് ലഫ്ള് കൊണ്ട് പറയലാണോ? അങ്ങനെയും ചിലർ പറഞ്ഞ് എനിക്ക് നോമ്പുണ്ടെന്ന്. എന്നെന്താക്കും? നോമ്പിൻ്റെ മഹത്വം വിചാരിച്ച് ചിലപ്പം ഓനൊക്കെ പിൻവലിക്കും. അല്ലെങ്കിലോ നോമ്പുകാരനാണെന്ന് അവനോട് പറയട്ടെ, ഞാൻ നോമ്പുകാരനാണ്, ഇവൻ പറയുന്നത് പോലെ അങ്ങോട്ട് പ്രതികരിച്ചാൽ പറ്റൂല. അങ്ങനെയും വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഇനി സുമ്മ ജിത്തഹിദ് അൻ തുഫ്തിറ അലാ ത്വആമിൻ ഹലാൽ, നോമ്പ് മുറിക്കുന്ന നേരമുണ്ടല്ലോ, ഹലാലായ ഭക്ഷണത്തിൻ്റെ മേൽ നോമ്പ് മുറിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. കാരണം ഹലാൽ ഉപേക്ഷിച്ചിട്ടാണ് ഇവിടം വരെ നിന്നത്. ഇതിനെ തിന്നുമ്പോൾ ഹറാമിലേക്ക് കടന്നാൽ പിന്നെ അർത്ഥമില്ലല്ലോ. അതാ വല തസ്തക്സിറു, വർദ്ധിപ്പിക്കണ്ട ഇത് ഭക്ഷണം. ഫതസീദ അലാമ തഅകുലുഹു കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയും തിന്നതിനേക്കാണ് കൂടുതൽ തിന്നുക. അങ്ങനെ വർദ്ധിപ്പിക്കണ്ടാന്ന്. ഫലാ ഫർഖ, അപ്പം വ്യത്യാസമില്ലല്ലോ. ഇദസ്തൗഫൈത മാ തഅതാദുഹു, നീ പതിവാക്കി കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അതെന്താക്കും പല നേരങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടാണ് കഴിക്കൽ. ഇപ്പം എന്തായി? അന്തകുലഹു ദഫ്അത്തൻ വാഹിദ, ഒറ്റയടിക്ക് തീർക്കുക. ഔ ദഫ്അത്തിന് 2 തവണ. അപ്പം മുറി തുറന്നെല്ലാം പിന്നെ പോള തിന്നലുണ്ട്, പിന്നെ അത് തിന്നലുണ്ട്, ഇത് തിന്നലുണ്ട്, എന്തല്ലോ അതല്ല പണ്ടേയുള്ള ആദത്താണ്. ആദത്തായി കഴിഞ്ഞാൽ എന്തായി? മുസ്തഹബുമല്ല, അത് 5 നേരം. അപ്പോൾ ഒറ്റ അടിക്ക് നീ പതിവാക്കി അത് തീർക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല എന്ന് ഉണ്ടുണ്ടായാലും. അപ്പം അത് തന്നെ, അപ്പോൾ പണ്ടും പണ്ടേ ഉണ്ട്. വൈന്നമൽ മഖസൂദു, ഇവിടെ ലക്ഷ്യം കസ്റു ഷഹവത്തിക്ക്, ഷഹവത്തിനെ അടക്കി നിർത്തലാണ്. എന്നിട്ടോ വദഅഫു ഖുവ്വത്തിക, നിൻ്റെ ഖുവ്വത്ത് എന്താക്കണം? കുറച്ച് ഒന്ന് അടങ്ങണം, ശക്തി കുറയണം. ഇതിനാൽ തഖ്വ ബിഹാ അല തഖ്വ, തഖ്വാക്ക് വേണ്ടി ശക്തി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അപ്പോൾ ഫൈദ അക്കൽത്ത അശിയത്തൻ, നീ വൈകുന്നേരം തിന്ന് മാ തദാറക്ത ബിഹി മാ ഫാതക ലഹബത്തൻ, പകൽ സമയത്ത് നഷ്ടപ്പെട്ടു പോയതെല്ലാം എന്താക്കി? കലാ കൂട്ടിയിട്ട് അടിച്ചു തിന്നതിന് രാത്രി. ഫലാ ഫായിദത ഫീ സൗമിക്, നിൻ്റെ നോമ്പ് കൊണ്ടൊരു ഫായിദയുമില്ല. പിന്നെ വഖദ് സക്കൽത്ത അലാ മഅദത്തിക, ആമാശയത്തിന് കുറച്ച് ഭാരമുണ്ടാകുമെന്ന് വെച്ചിട്ട്. ഒന്നിച്ചായ ആമാശയത്തിന് ഭാരമുണ്ടാകും. അപ്പോൾ 3 കിലോ തിന്നുന്ന 3 ഒന്നിച്ച് വന്നു, മറ്റേ ഓരോ കിലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. വമാമിൻ ബിആഇൻ അബ്ഗള ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹു തആലാക്ക് വെറുപ്പുള്ള, ദേഷ്യം പിടിക്കുന്ന ഒരു പാത്രവുമില്ല. മിൻ ബത്നിൻ, ഒരു വയറിനാക്കാണ്. അങ്ങനത്തെ വയറ്. മുരിഅ മിൻ ഹലാൽ, ഹലാൽ കൊണ്ട് നിറക്കപ്പെട്ടാൽ. ഇനിയിപ്പം ഹറാമ ഉണ്ടാന്ന് നിറച്ചെങ്കിൽ പിന്നെ പറയാനുണ്ടാ? ഹലാൽ കൊണ്ട് തന്നെ നിറച്ച ഒരു പാത്രമാണ് ഇത് വയറ്. അല്ലാഹു തആലക്ക് ഇത്ര ദേഷ്യം പിടിച്ച പുറമൊന്നുമില്ലെന്ന്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാലല്ലാഹു തബാറക വ തആല, അല്ലാഹു തആല പറഞ്ഞതായിട്ട്. വഇദാ അറഫ്ത മഅന സൗമി, നോമ്പിൻ്റെ മഅന നീ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഫസ്തക്സിർ മിൻഹു മസ്തത്വഅത, നിനക്ക് ആവുന്നത് അത്ര നോമ്പ് വർദ്ധിപ്പിച്ചോളൂ. അതുകൊണ്ട് ഫൈനു ഹസാസുൽ ഇബാദാത്തി വ മിഫ്താഹുൽ ഖുർബാത്ത്, ഇബാദാത്തിൻ്റെ അടിത്തറയാണ് നോമ്പ്. അതുപോലെ അള്ളാഹുവിനെ കൊണ്ട് അടുപ്പിക്കുന്ന കാര്യങ്ങൾക്കാണ് ഖുർബാത്ത്, അതിൻ്റെ താക്കോലുമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാലല്ലാഹു തബാറക വ തആല, അല്ലാഹു തആല പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിക്കുന്നു. കുല്ലു ഹസനത്തിൻ ബിഅശ്രി അംസാലിഹ, ഏതൊരു ഹസനത്തും 10 ഇരട്ടി കണ്ടാണ് പ്രതിഫലം കൊടുക്കുക. എത്ര വരെ പോകില്ല? 700 ലൈഫിൻ, 700 ഇരട്ടി വരെ പോകും. സദക്കനെ പറ്റി അങ്ങനല്ലേ? ഇല്ല സിയാം, നോമ്പൊഴികെ. നോമ്പിന് അങ്ങനെ ഇരട്ടി എണ്ണം പരിമിതപ്പെടുത്തലില്ല. ഫഇന്നഹു ലി, അതെനിക്കുള്ള പ്രത്യേക ഒരു അമലാണ്. വാന അജ്സി, അത് ഞാൻ പ്രത്യേകം പ്രതിഫലം ഞാൻ കൊടുക്കുകയും ചെയ്യുന്നു. ഫഇന്നഹു ലി അസ്സൗമു ലി വാന അജ്സി ബിഹി. പണ്ട് മുട്ടക്ക് 3 ദിവസം വരുന്ന പറഞ്ഞു, ഒറ്റ ഹരീസുണ്ട്. എവിടെ മുട്ടക്ക്? ഇപ്പോൾ നമ്മളെ സുഫിയാൻ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഇപ്പുറം ഇല്ലേ മാമ്പ, ആ മുട്ടക്കര പള്ളിയിൽ നമ്മളെല്ലാം കൂടെ ഒരു പരിപാടി വെച്ച് നോമ്പില്ല. അസോമലി വാന അജസീബി, കുറേ ഹിന്ദുക്കളുണ്ടായി കേൾക്കാൻ. അല്ല അപ്പോൾ ആ ഒരു വചനം വെച്ചിട്ടുള്ള 3 ദിവസം വന്നതാണെങ്കിൽ ഖുർആൻ മുഴുവനും പറഞ്ഞാൽ എന്തായിരിക്കും? അസോമലി വാന അജസീബിഹി, ഹദീസ്.
വഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ നഫ്സ് ഏതൊരു റബ്ബിൻ്റെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെ സത്യം, ലഖുലൂഫു ഫമി സ്വാഇമി, നോമ്പുകാരൻ്റെ വായിൽ നടിക്കുന്ന വാസന. ഖുലൂഫിൻ്റെ പ്രത്യേകം ലബുത്ത് പറഞ്ഞെന്താന്ന്, ഉച്ചയ്ക്ക് ശേഷം ആ നോമ്പിൻ്റെ വകയിൽ, അതായത് ഭക്ഷണമോ വെള്ളമോ ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ എന്താകും, ആ നോമ്പിൻ്റെ വകയിലുണ്ടെന്ന് വാസനക്കാണ്. അല്ലാണ്ട് കുറേ ദിവസം മുമ്പേ പല്ലൊടുക്കാണ്ട് നിന്നിട്ട് അല്ലെങ്കിൽ ബീഡി വിളിച്ചിട്ട് മണക്കുന്ന അതിന് ഖുലൂഫ് എന്ന് പേരില്ല. അതിൻ്റേതായൊരു വാസന. അത് അത്യബു ഇൻദല്ലാഹി, അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും സുഗന്ധമാണ് മെദീഹിൽ മിസ്, കസ്തൂരിയുടെ മണത്തിനെ കാണാം. അപ്പോൾ അന്ന് ഇങ്ങനെ കസ്തൂരി മണപ്പിച്ചിട്ട് നിൽക്കല അള്ളാഹ്ക്ക് മൂക്ക. അതിൻ്റെ അർത്ഥം മറ്റു വാസനകളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് എന്തുണ്ട്, കസ്തൂരിയുടെ മണത്തിനോട് വലിയ ഒരു മഹബത്താണ് എന്നതുപോലെ ഇവൻ്റെ ഖുലൂഫിനോട് അള്ളാഹു തആലക്ക് മഹബത്ത്. ചിലപ്പോൾ നിങ്ങൾക്ക് നാർന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറും, പക്ഷെ അള്ളാഹിൻ്റെ അടുക്കൽ അങ്ങനെയല്ലാന്ന്. യഖൂലുല്ലാഹു തബാറക വതആല പറയുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, ഇന്നമാ യദ്റു ശഹവതഹു വതആമഹു വശറാബഹു മിൻ നജ്ലി, അവൻ്റെ ഷഹവാത്തുകളും അവൻ്റെ ഭക്ഷണവും അവൻ്റെ വെള്ളവും ഒഴിവാക്കിയത് എനിക്ക് വേണ്ടിയാണല്ലോ അല്ലേ. അതുകൊണ്ട് ഫസ്സിയാമുലി വാനാജിസി ബിഹി, നോമ്പ് എനിക്കുള്ള പ്രത്യേക ഇബാദത്താണ്, ഞാൻ അതിൻ്റെ പ്രതിഫലം കൊടുക്കുന്നു. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ജന്നത്തി ബാബുൻ, സ്വർഗത്തിനൊരു വാതിലുണ്ട്, യുഖാലു ലഹു റയ്യാൻ എന്നാണ് വാതിലിൻ്റെ പേര്. ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ, നോമ്പുകാരല്ലാതെ അതിൽ കൂടി കടക്കൂല. ഫഇദാ ദഖലൂഹു, നോമ്പുകാർ വാതിൽ കൂടി കടന്നാൽ ഉഗ്ലിക, പിന്നെ വാതിലടക്കും. നോമ്പുകാർക്ക് പ്രത്യേക ഒരു വാതിലാണ്. ഇനി മൂപ്പർ പറയുന്നത്, ഫഹാദൽ ഖദ്റു മിൻ ശറഹി ത്വാആത്ത്, ത്വാആത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഈ പറഞ്ഞിടത്തോളം, കിതാബിൽ തുടക്കം മുതലേ പറഞ്ഞില്ലേ, യക്ഫീക, നിനക്ക് മതി. എന്തിന്, ഫി ബിദായത്തിൽ ഹിദായ, പ്രാരംഭ രംഗത്ത്. ഇനെന്ത് വേണം, സക്കാത്ത് കൊടുക്കണമെങ്കിൽ പൈസ ഉണ്ട കാലത്ത് വേറെ പഠിച്ചിട്ടുണ്ടാക്കിക്കോ. എല്ലാവർക്കും പൈസ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ, പൊതുബാധ്യത എല്ലാവർക്കും വരൂലല്ല. അതുപോലെ ഇലൽ സക്കാത്തി അവിൽ ഹജ്ജി, അല്ലെങ്കിൽ ഹജ്ജിലേക്ക്, ആവില മസീദ് ഫി ഷറഹി സ്വലാത്തി വസിയാമി, നമസ്കാരം നോമ്പിൻ്റെ വിശദീകരണത്തിൻ്റെ കൂടുതൽ വേണമെങ്കിൽ അത് പിന്നെ മഹല്ലി കിതാബ് ഫത്തുൽ മൊയ്നിലെല്ലാം നോക്കിക്കോളാം. ഫത്തുലുബുഹു, നീ അത് തേടിപ്പിടിച്ചോ, മിമ്മ ഔറദ്നാഹു ഫി കിതാബി ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ നാം അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തജിദുഹു ഇൻഷാ അല്ലാഹു തആല, അവിടെ എല്ലാം കിട്ടുമെന്ന്. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റേജ് ഹിയ്യൻ. അപ്പോൾ ആ വിഷയം അടുത്ത് തീർന്നു. എനിക്ക് കുറച്ച് ഷറഹ ബാക്കിയുണ്ട്, അമല്ലേ എടുക്ക്. ആ എൻ്റെ ഏത് ഇതാ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കിയത് മിന്നാജാന്ന് പറയുന്നു. അപ്പോൾ രോഗശയ്യയിൽ കിടക്കുമ്പോൾ, അപ്പോൾ അതപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ ഹെയ്യാണ് ഇതിൻ്റെക്കാണ് മുമ്പുണ്ടാക്കിയും തോന്നുന്നുണ്ട്. പിന്നെ ഹെയ്യേ മിന്നാജിൻ്റെ അങ്ങനെ ഈ അത് മൂപ്പർ ഉണ്ടാക്കിയതാ പറയുന്നു. കാരണം മിൻഹാജിൻ്റെ ഷറഹിൽ പറഞ്ഞിട്ടുണ്ട്, മൂപ്പർ രോഗശൈലിയിൽ കിടക്കുമ്പോഴാണ് ഇത്. ചിലപ്പോഴത്തേക്ക് ആൾ നിങ്ങൾ എഹ്യ പോലത്തെ വലിയ വിശാലമായ കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ബഹർ പോലെയായി നമുക്കൊന്നും എത്തിപ്പിടിക്കാനാകുന്നില്ല, അതുകൊണ്ട് ചുരുക്കിത്തരണം എന്ന് പറഞ്ഞിട്ടാണ് മിൻഹാജ് ഉണ്ടാക്കുന്നത്. ശേഷം വരുന്നു. ഇനി നോമ്പിൻ്റെ അൽഹംദുലില്ലാ, അമ്മൽ വാജിബാത്തു ലാഹിറത്തു ഫസിത്തത്തുൻ, നോമ്പിൻ്റെ വ്യക്തിഗതമായ വാജിബാത്തുണ്ടല്ലോ, അത് 6 ഉണ്ട്. അൽ അവ്വലു മുറാഖബത്തു അവ്വലി ഷഹ്രി റമദാൻ, റമദാൻ മാസത്തിൻ്റെ തുടക്കം എപ്പോഴാണെന്ന് അതിന് എന്താക്കണം, ഷാബാൻ്റെ ലാസ്റ്റേ പ്രതീക്ഷിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നോമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയി പോകാൻ സാധ്യതയുണ്ടല്ലോ. ഷാബാൻ്റെ ലാസ്റ്റ് പ്രതീക്ഷിക്കണം. എപ്പോഴായിരിക്കും നമ്മൾ നോമ്പ് തുടങ്ങുക? വദാലിക, അതെങ്ങനെ, യകൂനു ബിറുയതിഹിൽ ഹിലാൽ, ഒന്നിക്കിൽ ഹിലാൽ കണ്ട് ഒന്നെന്നെ കണ്ടു കണ്ടോ എനിക്ക് ഉജൂബായി. ഇവൻ പോയിട്ട് കല്ലേർക്കകത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇവൻ കണ്ടാൽ എന്തായി, ഉറപ്പായി. ഇനി അതല്ല, ഇവൻ വിശ്വസിക്കുന്ന ഒരാൾ ഇവനോട് പറഞ്ഞു കൊടുത്തു, എന്നാലും അജിബാവും. ഇത് ആക്കിയാൽ പറ്റും, പക്ഷേ ഷർത്തത്തൊട്ടേ കാലിയർക്ക് നിങ്ങളാ തള്ളിക്കളയുന്നേ ഉള്ളൂ. അതെ, ഒരു പരക്കാൻ ഇപ്പോൾ വന്നിട്ട് പറയുന്നത് ആ മാസം കണ്ടിടേന്ന് എന്ന് പറഞ്ഞാൽ പരക്കാർക്ക് അജിബായി. അത് മഹല്ലിലും എല്ലാം പറഞ്ഞ വിഷയമല്ലേ.
അതാ ഫഇൻ ഗുമ്മ കാണുന്നില്ല, മേഘം മൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എപ്പോഴാണ് കാണൽ? 29-ന്. 30 ആയാൽ പിന്നെ കാണേണ്ട പ്രശ്നം ഉടലെടുക്കുന്നില്ലല്ലോ. ഫബിസ്തിക്ക് മാലി ഷാബാൻ സലാസീൻ, റമദാൻ മാസം അല്ല ഷാബാൻ മാസം 30 പൂർത്തിയാവലോടുകൂടി മാസം കാണട്ടെ കാണാതിരിക്കട്ടെ ഒന്ന് നോക്കൂല. വനഇനി ബിർ റുയ്യ, റുയ്യത്ത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ണോട് തന്നെ കാണലല്ല, അവൻ്റെ ബോധ്യപ്പെടലാണ്. അപ്പോൾ സമയിൽ കൂടി ബോധ്യപ്പെട്ടാലും പറയാ കണ്ടെന്ന് അല്ലേ. അതാ അൽ ഇൽമു, മാസം ആയിട്ടുണ്ട് എന്ന് അറിയലാന്ന് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ എല്ലാവരും കണ്ണുകൊണ്ട് കാണൂല. അപ്പം ബജഹസുലു ദാലിക, അത് കിട്ടലെങ്ങനെ? ആ ഇൽമ് ബി കൗലി ആദിലിൻ, അതിലായ നീതിമാനായ വിശ്വാസയോഗ്യന് ഒരാൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഒരാൾ പറയുന്ന രൂപം എങ്ങനെ ഉണ്ടാകും? ഒന്നിക്കിൽ അവൻ്റെ ആശ്രിതരോട് പറയും, കഥയാക്കത്തൊന്നും പോയിട്ട് സാക്ഷിക്കൊന്നും ചെയ്യില്ല, പ്രഖ്യാപിക്കുക. അത് നമ്മിപ്പോൾ നോമ്പ് മുറിക്കാൻ പറഞ്ഞില്ല, ബാങ്കൊടുത്തിനെ എന്ന് പറഞ്ഞാൽ കാരൊക്കെ ഒന്നുമില്ലേ, അല്ല നുഹറായിനെ എന്നതുപോലെ തന്നെ. അപ്പം ആമായിട്ടാവണമെങ്കിൽ ഇയാൾക്ക് കുറച്ച് നിബന്ധനയുണ്ട്. ആ നിബന്ധന എടുത്ത് കഥയൊക്കെ പോകണം. അതെന്തുകൊണ്ടാണ്? പൊതുജനങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയുള്ള കുറേ നിബന്ധനകളാണ്. അപ്പം വലാ ഇസ്ബത്തു ഹിലാലു ഷാബാൻ, ഷാബാൻ മാസത്തിൻ്റെ ഹിലാൽ ഉറക്കൂല ഇല്ലാ ബിക്കോലി അതിൽ. ഇനി 2 അതിൽ വേണം. റമദാൻ്റെ പ്രത്യേകതയാണ് ഇത് 1 മതി എന്നുള്ളത്. ഇഹ്തിയാത്തൽ ഇബാദ, എന്തുകൊണ്ടാണ്? റമദാനാകുന്ന ഇബാദത്തിനെ കാത്തു സൂക്ഷിക്കാനാണ്. 2 ആൾ പോകണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇല്ലാണ്ടായി പോകും. കാതിക്ക് തന്നെ കാതി എടുക്കലല്ലേ, വേറെ ആൾക്ക് നിൽക്കുന്നില്ലല്ലോ. ഷാഫി ഇമാമിൻ്റെ മസ്അലയിൽ ആദ്യം ഖിയാസായിരുന്നു. അത് മഹല്ലിയിലുണ്ടല്ലോ. ഇത് എന്താ ഖിയാസ്? ഈ റമദാനിൻ്റെ മാസം കൊണ്ടുള്ള സാക്ഷി പറയലുണ്ടല്ലോ, ഇത് റിവായത്താണോ ഷഹാദത്താണോ എന്ന ഒരു ഖിലാഫ്. റിവായത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാസം കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഇതാ റിവായത്ത്. സാക്ഷ്യത്തിന് വരെ കുറേ ഷർത്തുകൾ വേണം. അപ്പം ഷഹാദത്താണോ? അപ്പം മറ്റുള്ള ഇബാദത്തുകൾക്ക് എന്ത് മതി? എന്താ അപ്പുറത്തെ പള്ളിയിൽ നിന്ന് വാങ്ങിക്കൊടുത്തേ, അപ്പം റിവായത്ത് മതി. റിവായത്താകുമ്പോൾ കുറച്ച് അളവ് വന്നു, അത് പെണ്ണുങ്ങൾ പറഞ്ഞാലും മതി. റിവായത്താണോ ഷഹാദത്താണോ? ഇത് ഒരു ഖിലാഫാണ്. ഷഹാദത്താണെന്ന് വെക്കുമ്പോൾ എങ്ങനത്തെ ഷഹാദത്താന്ന്? അപ്പം എന്തോണം? 2 സാക്ഷികൾ വേണമെന്നാണ് മറ്റുള്ള ഷഹാദത്തിൻ്റെ മുകളിൽ ഖിയാസാക്കിയാൽ ഉണ്ടാവുക. അങ്ങനെ ആദ്യം എന്താ ഖിയാസാക്കിയിട്ട് 2 സാക്ഷി വേണമെന്ന് മൂപ്പർ മസ്അല സ്ഥിരപ്പെടുത്തി. ഷാഫി ഇമാമിൻ്റെ മസ്അല. അപ്പോൾ 2 ആൾ വേണം, അത് ഇന്ന ഷർത്തത്തെ 2 ആളായിരിക്കണം വേണം എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം മറ്റെല്ലാ മാസങ്ങൾക്കും പിന്നീട് നോക്കുമ്പോൾ മൂപ്പർക്ക് എന്ത് ഹദീസ് കിട്ടി. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് മാസം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞ് മാസം കണ്ടിട്ടുണ്ടെന്ന്. ഇതാ അബ്ദുള്ള മാസം കണ്ടിട്ടുണ്ട്, അത് ഞാൻ ശരിവെച്ചിട്ട് എല്ലാവർക്കും നോമ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു തങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എത്രയായി? 1 ആളായി. അപ്പം എന്തായി എന്നറിയോ? ഖിയാസ് മാറ്റിയിട്ട് അടുത്തേക്ക് പോയി, ഹദീസിലേക്ക് പോയി. ഇതാണ് ഇതാ സഹൽ ഹദീസ് മദ്ഹബി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതെല്ലാം ഏടുകളിലുള്ള അണ്ടനും അടകോടനും മറസി കൂടാത്തവനും തെരഞ്ഞെടുക്കത്തവനൊക്കെ ഇജ്തിഹാദ് ചെയ്യണമെന്നല്ല എൻ്റെ വേനാണ്. ഓനിക്ക് ഇടുന്ന ഹദീസിൻ്റെ സിഹത്ത് കിട്ടുന്നു. അവർ അറബി പറഞ്ഞുണ്ടാക്കിയ കാലം റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ഹദീസാവുമോ? പറഞ്ഞ നിബന്ധന എന്താണെന്ന്? ഇതാ സഹൽ ഹദീസു ബിലാ മുആറിലിൻ, ആ അതിനെ ഘടപിടിക്കുന്ന എതിർത്തുകൊണ്ട് അതിൻ്റെ ആശയത്തിന് എതിരായിട്ട് വരുന്ന മറ്റൊന്നില്ലാണ്ട് അതുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയാവുമോ? ഇപ്പം പിള്ളന്മാരെല്ലാം കൊണ്ട് ഇജ്തിഹാദിന് ഇറങ്ങിയിരുന്നു. എന്തൊരു ഉലമാല ഇത്. അപ്പോൾ ഇവിടെ എന്താക്കി? ഖിയാസ് പൊളിഞ്ഞ്. ഈ ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസ് അല്ലേ? അപ്പോൾ ഖിയാസ് ഇജ്മാനെ അപേക്ഷിച്ച് ശക്തി കുറഞ്ഞില്ലേ? അതെ. അപ്പോൾ ഹദീസ് സഹിഹായി വന്നാൽ മൂപ്പർ എന്താക്കി? ഒറ്റ സാക്ഷി മതി. പക്ഷേ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ ഒരു പുരുഷനായതുകൊണ്ട് ഒരു പുരുഷൻ തന്നെ പോകണമെന്ന് വാസാക്കി. അതിന് ഹദീസിലുള്ള അങ്ങനെയല്ലേ? അത് മഹല്ലിയിലുണ്ടത്. അപ്പോൾ മറ്റുള്ള മാസങ്ങൾക്കൊക്കെ എന്താണ് 2 എണ്ണം വേണം. അവിടെ മഹല്ലി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? ഒരാളെ കൊണ്ട് ഉറപ്പിച്ച് അങ്ങനെ റമദാൻ നോമ്പ് നോറ്റി. റമദാൻ നോമ്പ് നോറ്റതിന് ശേഷം എന്താ പറഞ്ഞു? ഷവ്വാൽ പുറക്കും. ഷവ്വാൽ പുറക്കുമ്പോൾ ഇത് 30 പൂർത്തിയിട്ടല്ലേ അല്ലേ? അപ്പോൾ ഷവ്വാലിന് സാക്ഷിയില്ല. പക്ഷേ ഇതിനോട് താപിയാകുമ്പോൾ ആദ്യത്തെ ഒരു സാക്ഷി കൊണ്ട് ഷവ്വാൽ ഉറപ്പിക്കലായില്ലേന്ന് അത് അലി മാലിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്.
തീരലല്ല, തീരൽ 30 പൂർത്തിയാക്കി. ഒരു സാക്ഷിനെ കൊണ്ട് പറഞ്ഞിട്ട് 30 നോമ്പ് നോറ്റ് പിറ്റേന്ന് എന്താകും? ശവ്വാലായി. ശവ്വാല ഉറച്ചത് ഇപ്പം ഇതിനെ കൊണ്ടാന്ന് അല്ല, 30 പൂർത്തിയാക്കിയിട്ട് അവിടെ അല്ലേ ഇറച്ച. 29 കൊണ്ടെന്തായി? നോമ്പ് തീർന്നു. 29 കൊണ്ട് തീർന്നപ്പോൾ എന്ത് പുറന്ന്? ശവ്വാല്. ഈ ശവ്വാല് പുറന്ന് എന്ത് വകയിലാണ്? ആദ്യത്തെ ഒരു സാക്ഷിനെ കൊണ്ട് റമദാൻ 29 ആക്കിയിട്ടാന്ന് തോന്നുന്നത്. എന്നാൽ പറ്റുമെന്ന് അത് മഹല്ലി ചർച്ച ചെയ്തിട്ടുണ്ട്. മഹല്ലി ഓതും പോലെ ഓതിയാൽ നല്ല മസാലൻ്റെ ബഹറല്ലേ കിതാബ്. ഒരിക്കലൊന്നും ഓതിയാൽ പോരാ, നല്ലോണം ഓതണം. ഹജ്ജ് വരെയുള്ള ക്ലാസ് നമ്മളെ യൂട്യൂബിലുണ്ട്. ഇപ്പോൾ ഒന്നും ഇല്ലയെന്ന് പറയുന്നത്. ഇപ്പോൾ ചില ലാ ഇലാഹ ഇല്ലല്ലാഹ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല, ഇങ്ങനെ ജിബിനോട് ചോദിക്കുന്നത്. അപ്പം ഇത് മനസ്സിലായ? അപ്പം ഹിലാൽ ഷാബാൻ എന്നുള്ളത് റമദാൻ അല്ലാത്ത മാസമെന്നേ അർത്ഥമുള്ളൂ. രണ്ടതിൽ വേണം. അപ്പോൾ ഇഹ്തിയാത്തൻ എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇല്ലത്ത് ലാ യസ്ബുത്തൂനല്ല വൈസേ. ഇവിടെ 2 മസ്അല ഉണ്ട്. യഹ്സുലു ദാലിക ബിഖൗലി അദിലിൻ ഒരു മസ്അല, ലാ യസ്ബുത്തു ഹിലാലു ഷഅബാൻ എന്ന് പറഞ്ഞത് മറ്റൊരു മസ്അല. ഈ ഇഹ്തിയാത്തൻ എന്ന് പറഞ്ഞ ആ ഇല്ലത്തില്ലേ, തഅലീൽ, അതെന്തിനുള്ളതാണ്? യഹ്സുലു ദാലിക ബിൽ ഖൗലി അദിൻ, അവിടത്തേക്കാണ് മടങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഒരാൾ പറഞ്ഞാൽ മാത്രം പോരാ എന്ന് വെക്കുകയാണെങ്കിൽ 2 ആളെ കാത്തു നിന്നിട്ട് ചിലപ്പോൾ ഒരു നോമ്പ് നഷ്ടപ്പെടും. ഇനി അടുത്ത മസ്അല, വമൻ സമിഅ അദിലൻ, നീതിമാനായ ഒരു വിശ്വാസയോഗ്യനായ ഒരാളെ കേട്ട്, എന്നിട്ടോ വസിഖ ബിഖൗലിഹി, അയാളെ കൗല് കൊണ്ട് ഇയാൾ ഉറപ്പിക്കുകയും ചെയ്തു. എന്നിട്ടോ വഗലബ അലാ ദന്നിഹി സിദ്ഖുഹു, അയാൾ പറഞ്ഞത് നേരാണെന്ന് ഇവൻ്റെ ഗലബത്തുൽ ദന്നും വന്നു. എന്നാൽ ലസിമഹു സൗമു, ഇവന് നോമ്പ് നിർബന്ധമാണ് കേട്ടാക്ക്. ഉപ്പ വന്നിട്ട് പറയുന്നത് മാസം കേട്ടു, എന്നാൽ പെരക്കാർക്കെല്ലാം നോമ്പ്. അതാ വയില്ലം ഞക്കതിൽ കാദി ബിഹി, കാദി വിധിച്ചിട്ടില്ലെങ്കിലും ശരി, ചിലപ്പോൾ കാദിക്ക് ഷർത്തൊക്കാത്തതുകൊണ്ട് എന്താക്കും? അത് തള്ളിക്കളയും. അതുകൊണ്ട് ഫല്യത്തബി കുല്ലു അബ്ദിൻ മിൻ ഇബാദത്തിഹി മൂജബ ലന്നിഹി, ഇബാദത്തിൻ്റെ വിഷയത്തിൽ എന്താക്കണം? അവൻ്റെ ലന്നിൻ്റെ മൂജബ്. എന്താ മൂജിബ് എന്ന് പറഞ്ഞാൽ? ലന്നിനെ ഉണ്ടാക്കുന്നുണ്ട്. ആ ലന്ന് എന്തിനെ ഉണ്ടാക്കി കൊടുത്തു? ദുഖൂൽ റമദാൻ. അതനുസരിച്ച് അമൽ ചെയ്തു. ഏതിലും. അത് റമദാനാണെങ്കിൽ പ്രത്യേകം മറ്റുള്ള കാര്യത്തിൽ അങ്ങനെ തന്നെ. ഇപ്പം ബറാത്തിന് ഇവൻ്റെ ലന്നനുസരിച്ച് ബറാത്ത് ഇന്നാണ് വേണ്ടതെന്ന് വെച്ചാൽ 1-ാം ജാസിദ് ചോദിക്കോട്ടെ. പിന്നെ വഇദാ റുഇയൽ ഹിലാലു ബി ബൽദത്തിൻ, ഒരു നാട്ടിൽ ഹിലാൽ കണ്ട്, വലം യുറബി ഉഖറ, മറ്റൊരു നാട്ടിൽ കണ്ടതുമില്ല. എന്നാൽ ഈ നാടും തമ്മിൽ എത്ര അകലുണ്ടെന്ന് നോക്കുക. വക്കാന ബൈനഹുമ അകല്ല മിൻ മർഹലത്തൈനി, രണ്ടിൻ്റെ ഇടയിൽ 2 മർഹൽ കുറഞ്ഞ ദൂരമേ ഉള്ളൂ. 2 മർഹലൊക്കെ എത്ര? ഏതാണ്ട് 130-ഓ 40-ഓ, ഞാൻ കണക്കൂട്ടിയപ്പോൾ 140 കിട്ടിയിനി. ഞാനും ഫാറൂഖ് തങ്ങളും കൂടിയിട്ട് ഫിഖ്ഹിൻ്റെ ഇബാറത്തെല്ലാം വെച്ച് അതിൻ്റെ ഇഞ്ചും ഹബ്ബത്തും ശൈറത്തെല്ലാം വെച്ചിട്ട് പൊസോട്ട് പള്ളിയിൽ നിന്ന് കണക്കൂട്ടി വെക്കും. അങ്ങനെ കിട്ടുമ്പോൾ 144 കിട്ടുന്നുണ്ട്. പക്ഷെ അത് കുറച്ചധികം ഉണ്ടെന്നാണ് പറയുന്നത്. ഹാഷത്തുല്ലക്കനായി പറഞ്ഞ അളവ് വെച്ച്, അതിന് അളവ് വെച്ചിട്ട് എന്താക്കി? പള്ളിനുള്ളിൽ നടന്നു നോക്കിയത് എത്ര ദൂരം ഉണ്ടാവും. അപ്പോൾ തളിപ്പറമ്പിൽ കണ്ണൂർ കണ്ട അത്ര ദൂരം ഇല്ല. അത് അക്കല്ലേ ഉള്ളൂ. എന്നാൽ വജബ സൗമ അലൽ കുല്ലി, 2 നാട്ടുകാർക്കും നോമ്പ് വജൂബാണ്. വൈൻഖാൻ അക്സറ കാന ലിക്കുല്ലി ബൽദത്തിൻ, അക്സർ എന്ന് പറഞ്ഞാലോ ഈ 2 മർഹലിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്തുണ്ട്? ലിക്കുല്ലി ബൽദത്തിൻ ഹുക്കുമുഹ, ഓരോ നാട്ടിലും അതിൻ്റെ ഹുക്കുമ്. കണ്ട നാട്ടിൽ നോക്കാം, കാണാത്ത നാട്ടിൽ നോക്കണ്ട. വല യതഅദ്ദൽ വുജൂബ്, വുജൂബ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വിട്ടുകിടക്കൂല. അത് മുപ്പർ ചുരുക്കത്തിൽ പറഞ്ഞ് ഹൈജന്ന മസാല. അത് അതിന് അടുത്ത ഷറഹ നോക്കിയാൽ ആണല്ലേ ആയിട്ടില്ലേ? ഫൈൻ കുൽത്ത, അതായത് മൂപ്പർ പറഞ്ഞ് കദീബ് ഗീബത്ത് നമീമത്ത് എല്ലാം നോമ്പിനെ മുറിക്കുമെന്ന്. ഇത് പൊക്കഹാക്കൾ കഞ്ഞി കുടിച്ചാലും ചോറ് കഴിച്ചാലും ഒരോട്ട് നിന്നാലേ മുറിയുന്നുണ്ടുള്ളൂ, കളവ് നോമ്പ് മുറിയുന്നുണ്ട്. ഷാഫി മദ്ഹബിലില്ല, നോമ്പിൻ്റെ കൂലി കുറയും. പക്ഷെ വേറെ മദ്ഹബിലുണ്ടേ, ഹദീസിൻ്റെ ലാഹിറന്നെ പിടിച്ചിട്ട് ബോധപൂർവം കഞ്ഞി കുടിച്ചാൽ നോമ്പ് മുറിയുന്ന ബോധം തന്നെ കളവ് പറഞ്ഞാലും നോമ്പ് മുറിയുമെന്ന് മറ്റുള്ള ഹദീസിൽ തന്നെ ഉണ്ട്. എന്തുകൊണ്ട് ഇത്ര വ്യക്തമായിട്ട് കണ്ടില്ലേ? ഹംസും യുഫത്തിറിന 5 കാര്യം 5 ഉണ്ടാവണമെന്നില്ല.
അഞ്ചിൽപ്പെട്ട ഓരോന്നും നോമ്പ് മുറിക്കുന്നതാണ് എന്ന് വ്യക്തമായി പറഞ്ഞാൽ ഇല്ലാന്നെങ്കിൽ നിങ്ങൾ പറയുന്ന ചോദിക്കുന്നു. ഹനഫി മദ്ഹബിലുണ്ടാവും. അതാ പറയുന്നത് ഫമനിഖ്തസറ കഫി ഷഹ്വത്തിൽ ബത്നി വൽ ഫർജി വ തറക ഹാദിഹിൽ മആനിയ. ഒരാളെന്താക്കി ഷഹ്വത്തും ബത്നും ഷഹ്വത്തുൽ ഫർജും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാം ഉപേക്ഷിച്ചിട്ട് അവിടെ നമ്മൾ ചുരുക്കി. ഫഖദ് ഖാലൽ ഫുഖഹാഉ സൗമുഹു സഹീഹുൻ. ഫുഖഹാക്കന്മാർ എന്താക്കി നോമ്പ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് കർശനാക്കിയിട്ടുണ്ട്. അപ്പം ഫമാ മാനാഹു ഇതെന്തിനാ എന്തർത്ഥം? ഫാലം പറയാ ഫുഖഹാക്കൾ പൊതുജനങ്ങളുടെ ശക്തിയും അവരുടെ ഗ്രേഡും കണക്കാക്കിയിട്ടേ മസാല പറയുള്ളൂ. ആറെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കൂല. സോഫിയാക്കളെത്തൊക്കെ എത്തുമ്പോൾ എന്താകും? സാബിക്കും ബിൽ ഖൈറാത്തിന് അടുത്തുമ്പോൾ കർശനങ്ങോട്ട് കൂട്ടും. ഇപ്പം ജമാഅത്തിൻ്റെ ഉദുര് പറഞ്ഞു നോക്കിയിട്ടൊന്ന് ഇടാൻ കുപ്പായ ഈങ്ങിന് ആളിടയിൽ ഈങ്ങിയ കുപ്പായിട്ടിട്ട് പോകാനോ നാണക്കേട്. തിരുമായിട്ടൊന്നും നേരവുമില്ല, വേറെ കുപ്പായില്ലെന്ന് വെക്കാം. അപ്പം ബനിയനിട്ടിട്ടല്ലേ കൊണ്ടി ബനിയനിട്ട് എങ്ങനെ പങ്കാളിയിലിറങ്ങുക? അതൊരു ഒരു കുറവില്ലേ? എന്നാൽ പിന്നെ ജമാഅത്തിന് വേണ്ട. ഒക്കെ കടന്നാക്കി ലീവ് കൊടുത്ത്. അതുപോലെ മഴ ഉണ്ട്, അല്ലെങ്കിൽ കഠിനമായ ചൂടുണ്ട്, അതുണ്ട്, ഇതുണ്ട്, പല ഇതൊക്കെ എഴുതിയിട്ടുണ്ട്, ഫിഖിൻ്റെ കിതാബിലുണ്ട്. എന്നാൽ തീരെ കണ്ണ് കാണാത്ത ഒരു സഹാബിയായിരുന്നു അത് അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു അല്ലേ? ജമാഅത്തിൻ്റെ മത്തം പറഞ്ഞപ്പോൾ പറഞ്ഞ് എൻ്റെ പരയിലേക്ക് രാത്രി നടക്കാൻ വെളിച്ചമില്ല, കൈമ ടോർച്ചില്ല, ഞാനാണെങ്കിൽ 2 കണ്ണും കാണാത്ത ആൾ, കൈ പിടിക്കാൻ ആളില്ല, ഒറ്റ അടിപ്പാത, കാല് വഴിക്കെങ്കിൽ ചളിയിലേക്കെല്ലാം വീണ് പോകും. അതുകൊണ്ട് എനിക്ക് ലീവുണ്ടാ? ചോദിച്ചോ. അതാ ഫിഖ്. തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞെന്താന്ന്, ഇവിടുന്ന് ബാങ്ക് കേൾക്കുമെന്ന്. എന്നാ വന്നോളെന്നും പറഞ്ഞു. എന്തപ്പോൾ 2 വൈരുദ്ധ്യം? ഇവർക്ക് ലീവ് കൊടുത്തത് ഫുഖഹ, ഇത് ഇവ തിരിച്ചു വിളിച്ചത് ഫുഖഹ കണ്ടിട്ടില്ലേ? അതിനാദ്യം പറയേണ്ടത് ഫുഖഹ എന്ന് പറയുന്നത് എന്താക്കും? ലാഹിറിൽ ഈ നാലിമിനും മുഖ്തസിദിനെല്ലാം പങ്കെടുക്കാൻ പറ്റിയ ഒരു അന്യ മേഖല ഉണ്ടാവും. ഇവരാരാണ്? സാബിക്കും ബിൽ ഖൈറാത്തിൻ്റെ മർത്തബിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് അല്പം പോലെ ഒളിവ് കൊടുക്കില്ല. അത് നമുക്ക് തന്നെ മനസ്സിലാക്കാം. പറയുന്നെല്ലാം കേട്ട് 100% മാർക്ക് വാങ്ങുന്നൊരു കുട്ടി ഞാൻ നാട്ടിൽ പോയിക്കോന്ന് ചോദിച്ചാൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നാളത്തെ പാഠം എനിക്ക് നഷ്ടപ്പെടും. ഒന്നും പഠിക്കാണ്ട് ഉറങ്ങി തൂങ്ങി, സ്ലേറ്റും ഉണ്ടാവില്ല, ബുക്കും ഉണ്ടാവില്ല, പെന്നും ഉണ്ടാവില്ല, വൈകിച്ചേ വരൂ എന്നെല്ലാം പറയുമ്പോൾ ഞാൻ നാട്ടിൽ പോയി കിട്ടും. വേഗം പോയിക്കോ, ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം എല്ലാം കണക്കന്നെ. അപ്പം സാബിക്കും ബിൽ ഖൈറാത്താണ് സഹാബിമാർ. ഇപ്പം മനസ്സിലായില്ലേ? പണ്ട് തരീക്കത്ത് വിശദീകരിച്ച സ്ഥലത്ത് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടത്. ഇന്ന് തരീക്കത്തെന്ന് പറഞ്ഞാൽ ചിലരും പാടും കട്ടൻ ചായ കുടിക്കലും വയ്യ, തരീക്കത്തിൽ കൂടാത്ത ആളെ പിരാകലും പൊട്ടലും ഓനെ ഈമാനെല്ലാം ഈമാനൂരൽ. ഇപ്പം ഇതെല്ലാം അപരാധമാണ്. അവനെ പൊടി കൂടണം, അവനിപ്പോൾ 2 കൊടുക്കണം. അതാ ഫഅലം അന്ന ഫുഖഹ അല്ലാഹിരി, ലാഹിറിൻ്റെ ഫുഖഹാക്കന്മാർ യുസ്ബിതൂന ശുറൂത്ത് അല്ലാഹിർ, ലാഹിറിൻ്റെ ഷർത്തെ ഉറന്നാക്കും, സ്ഥിരപ്പെടുത്തും. ബി അദില്ലത്തിൻ, കുറേ തെളിവുണ്ട്. ഈ അദ്അഫു മിൻ ഹാദിഹിൽ അദില്ല, അതെന്താക്കും? ഞാനീ പറഞ്ഞ് അവതരിപ്പിച്ച ചില ഹദീസിലുണ്ടല്ലോ, അതിനാക്കാണ് അദ്അഫ് കൊണ്ടും വിധിക്കൂറും. അല്ലത്തി ഔറദ്നാഹ ഫി ഹാദിഹി ശുറൂത്തിൽ ബാത്തിന, ബാത്തിനായ ഷർത്തുകളും അന്ന് നോമ്പിൻ്റെ കാതലായ വശം കിട്ടാനാണ് നമ്മളിപ്പോൾ സംസാരം. നോമ്പാറ കൂട്ടത്തിൽ ഒരു നോമ്പുകാരനാകലല്ല. ലാ സിയമാൽ ഗീബ വൽ അംസാൽ, പ്രത്യേകിച്ച് ഗീബത്തും നമീമത്തും. ഇപ്പം ലാഹിറിൽ ഇയാൾക്ക് ചുമട്ടാൻ എന്താ വേണ്ടി? 2 റക്അത്തിന്റെ റുക്കൂയിൽ ഒരു സുബ്ഹാനല്ലാഹ് കിട്ടിയാൽ പോരെ? ഇന്നലെ ഇതെല്ലാം വേണ തലേന്നെ ഒരുങ്ങലി തുടങ്ങി പന്നിരിപ്പിച്ച് നഖം മുറിക്കലും മുടി ഇതാക്കലും അതാക്കലും ഇതൊക്കെല്ലാം സ്വീകരിച്ചിട്ട് ചൂട്ടം കത്തിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 റക്അത്തിലെ എന്തിലും മതി? റുക്കോയിൽ, 2ാമത്തെ റുക്കോയിൽ, ആ റുക്കോയിൽ എന്ത് കിട്ടിയാൽ മതി? ഒരു സുബ്ഹാനല്ലാഹിൻ്റെ കതിർ കിട്ടി. അവനക്ക് ജുമ കിട്ടി. ഈ ജുമയ്ക്ക് ഞാൻ പോയിനല്ല, കിട്ടീനി. എന്നിട്ട് ഇമാമ് 2ാമത് സലാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നോക്കുമ്പോൾ ബാനശാലിൻ്റെ ഉണ്ടാവും. ഓന് ഒന്നിക്ക് ജുമ കിട്ടാണ്ട് മടങ്ങിയതല്ല, ഇവിടുന്ന് പോയിട്ട് അടത്തിയത്. പണ്ട് സെൻട്രൽ ജുമാഅത്തുള്ളി മുമ്പിൽ ബിൽഡിംഗ് ഇല്ലാത്ത കാലത്ത് സലാം മുട്ടി അടക്കാണു. 6 തങ്ങിൻ്റെ ഉണ്ടാകും അറിയാൾ. ഇവർ ജുമയ്ക്ക് പോയിട്ടില്ലേ? അവസാനത്തെ സപ്പിൽ എന്നിട്ട് മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ പൂച്ച മാന്തിയാലും ജുമ കിട്ടിയില്ലേ? മസ്അല വേറെ, ഈ പറയുന്ന മസ്അല വേറെ.
എന്താ വലാകിൻ ലൈസ ഇലാ ഫുഖഹാഇൽ ലാഹിരി മിന തക്ലീഫാത്തി. അപ്പോൾ ഫുഖഹാക്കൻ ലാഹിറായ ഫുഖഹാക്കന്മാർക്ക് തക്ലീഫാത്തി ഇല്ലാമാ യതൈസർ അലാ ഉമൂമിൽ ഗാഫിലീൻ. ഗാഫലത്തുകാരായ കുറേ ആളുകൾ എന്താക്കണം ഇത് പങ്കെടുപ്പിക്കാനുള്ള മസാല അവർക്ക് പറയാൻ പറ്റുള്ളൂ. അതാ അൽ മുഖ്ബിലീന അല ദുന്യാവിന് മേൽ തന്നെ മുഖം കുത്തി വീണ കൂട്ടരെ ഒന്ന് ഈ വിഭാഗത്തിൽ പങ്കെടുത്തു എന്ന് പറയാനുള്ള മസാല അവർ പറയുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ നായി നേരത്തെ പറഞ്ഞ മനസ്സാക്ഷിയോട് ചോദിക്കണം ഇത് ശരിയായിട്ടുണ്ടോ എന്ന്. കേട്ടോ ദാഖിലൂന താത്ത. അത് ഇന്നാൾ കുറേ ആൾ സുബഹാൻ തല്ലുന്നുണ്ട് പള്ളി മദ്രസയിൽ നിന്ന്. സുബഹാൻ എന്ത് ചെയ്യണ്ട. ഞാൻ പിന്നെ കുറേ ആൾ കുട്ടികളെ അസനിക്കിരിക്കാത്ത ആളുണ്ടേ. അതെയാ അസനിക്കിരിക്കാത്ത ആളോട് എനിക്കടോ എണീച്ച് പോകാൻ പോകണം നിക്കരിച്ചാട്ടെ. പല ആൾക്കാർ അസനിക്കാരാ നിങ്ങൾക്ക് സഹിക്കുന്നില്ല നിങ്ങൾക്ക് പോകാം. നമ്മളെടുക്കൽ അസനിക്കാരായി കുട്ടികൾക്ക് അതെ ഇങ്ങനെ ആയില്ലേ. നമുക്കിപ്പോൾ തക്ബീർ ഇട്ടേണ്ട സമയം കിട്ടിയിട്ടില്ല. എല്ലാവരും യാസീനോത് മുസാബർത്ത് യാസീനോത് ഓതി എന്ത് യാസീനോദീന് ഓതിന്നായി എന്താ വഅമ്മ ഉലമാഉൽ ആഖിറത്ത് എന്താക്കും ഫയുഇനൂന ബിസ്സിഹത്തി. സിഹത്ത് കൊണ്ടെന്താക്കണം അൽ കബൂലും കൂടെ കിട്ടണമെന്ന് അവർ വരുന്നു. വബിൽ കബൂല് കൊണ്ട് കിട്ടണം അൽ വസൂൽ മക്സൂദിലേക്ക് ചേരലി. വെറും സഹിയായ പോരാ. അപ്പം വയഫ്ഹമൂന അന്നൽ മഖ്സൂദ മിന സൗമി നോമ്പിനാലുള്ള മഖ്സൂദ് അത്തഖല്ലുഖു ബിഖുലുഖിൻ മിൻ അഖ്ലാഖില്ലാഹി അസ്സ വജല്ല. അല്ലാഹു തആലാൻ്റെ ചില സിഫാത്തുണ്ടല്ലോ അതിനോടുള്ള ഒരു തശബ്ബുഹ് ഉണ്ടാവും. എന്നാൽ ഇവനിക്ക് വേണ്ട സാധനം തന്നെ വർജിച്ചിട്ട് ഇവനെന്താക്കും സമൂഹോട് ഇങ്ങോട്ട് നിൽക്കുന്നു. ദാഹിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്, അപ്പുറത്തുനിന്ന് ആഗ്രഹമുണ്ട്, സാധനം റെഡിയുണ്ട്. പക്ഷെ എന്താക്കുന്നു അള്ളാഹ്ക്ക് വേണ്ടി അവിടെ പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ചില സിഫാത്തോടുള്ള തഖല്ലുഖ് ഉണ്ടായിത്തീരും. അതേതാ വഹുവ സമദിയ്യ. സമദിയ്യത്ത് ഏതാണ്? എല്ലാ വസ്തുക്കൾക്കും അള്ളാഹിനെക്കൊള്ള ആവശ്യമുണ്ട്, അള്ളാഹ്ക്കൊന്നും വേണ്ട. അപ്പം മനുഷ്യൻ്റെ ലറൂറിയായ ആവശ്യമാണ് ഇത് തിന്നൽ കുടിക്കൽ മുതലായവ. അതാണ് ഒരുക്കി വെച്ചിട്ട് എന്താക്കുന്നു 6:30 മണിക്ക് തിന്നുള്ളൂ ഒറ്റ പിടിച്ചിരിക്കുന്നില്ലേ. എന്താ ബിൽ മലായിക്കത്തി മലായിക്കത്തിനോടുള്ള തുടർച്ചയുണ്ട്. ബിൽ കഫി അനി ഷഹവാത്തി ഷഹവാത്തിനെ തൊട്ട് പിടിച്ചു നിൽക്കാൻ ബിഹസ്ബിൽ ഇംകാൻ കഴിവിനനുസരിച്ച് എന്നേക്കുമല്ലോ. എന്തുകൊണ്ട് ഫഇന്നഹും മുനസ്സഹൂന അനി ഷഹവാത്ത് ഷഹവാത്തിനെ തൊട്ട് മലായിക്കത്ത് പരിശുദ്ധരാണ്. അപ്പോൾ മലായിക്കത്തിനെ പോലെ ആവലാണ് നമ്മൾ ലക്ഷ്യം. അപ്പം അത്രയുണ്ടല്ലോ. 1000 ഉറുപ്പികയുടെ പോട്ട് സക്കാത്ത് കൊടുക്കണ്ടേ? എത്ര കൊടുക്കണ്ടേ? 2.5%. എത്ര കൊടുക്കണോ? 25 അല്ലേ? 25 എന്താക്കുക ഡേറ്റ് എത്തുന്നതിന് മുമ്പ് 25 മാറിയിട്ട് നല്ല തിരിയുന്ന കൊയിനിയും വാങ്ങി തിന്നിട്ട് ആക്കി അത് 975 ആക്കി ഇവിടെ വെക്കുക. ഈ സക്കാത്ത് കൊടുക്കണോ എല്ലാവർക്കും? വേണ്ട. അപ്പം സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്താൽ മതി? ഡേറ്റ് എത്തുന്നതിന് മുമ്പായിട്ട് ഹൗലെത്തുന്നതിന് മുമ്പായിട്ട് പൈസയും വാരിയാൽ മതി. സക്കാത്തിന് സലാമത്തായി. അത് പണ്ട് ഒട്ടൊക്കെ പഠിച്ച് പറഞ്ഞ് നടക്കുക. തലയും കുത്തിയും മണലിൽ കുത്തിയിരിക്കുന്നതിൽ എന്നാരും കാണൂല എന്ന് വിചാരിച്ച്. ഇതാണ് അള്ളാഹിനെ തോപ്പിക്കൽ എന്നുള്ള സാധനം. ഇന്നാൾ മാപ്പിള കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ വായിക്കണം. ഫിഖിൻ്റെ മസാല എന്താണ്? ഓൻ്റെ തലാക്കോ എന്താണ് ഹുൽഓ എന്തെങ്കിലും ഒരു ഫിറാക്ക് ഉറപ്പ് വരുത്തണം. അതിന് ശേഷം ഇദ്ദ വേണം. എന്നിട്ട് വേണം അടുത്ത വായിക്കാൻ. അപ്പോൾ അതെൻ്റെ പെണ്ണിനോട് നടക്കുന്ന എനിക്ക് ദുഹൂലുണ്ടായിട്ടില്ല എന്ന് നീ ഉറപ്പിച്ചങ്ങ് പറഞ്ഞാൽ മതി. കൊല്ലങ്ങളോളം കഴിഞ്ഞാൽ ദുഹൂലില്ലെങ്കിൽ എന്ത് വേണ്ട? ഇദ്ദ വേണ്ടല്ലോ. ഇനി ദുഹൂലുണ്ട് എന്ന് അങ്ങോട്ട് പറയാൻ നമുക്ക് വെറുപ്പുണ്ടാ? അങ്ങനെ പറയൽ CCTV വെക്കല. സത്യം ചെയ്യിപ്പിക്കാനും പറ്റൂലല്ലോ. സത്യം ചെയ്താൽ സത്യത്തിൽ നിന്ന് തടഞ്ഞു നിൽക്കുന്നെങ്കിൽ തിരിച്ച് സത്യം ചെയ്യാൻ നമുക്ക് അധികാരമുണ്ട്. ഇവിടെ അത് കഴിയൂല. അവിടെ എന്താന്ന് അവരവരുടെ വാക്കുമ്മൽ എത്തിമതി ചെയ്യാനേ പറ്റുള്ളൂ. നീ തീർത്തങ്ങ് പറഞ്ഞാൽ മതി ദുഃഖം ഉണ്ടായിട്ടേ ഇല്ല കിട്ടിക്കലപ്പം തന്നെ. അവിടെ അല്ല കുറഞ്ഞ തന്നെ എന്താ ഖുർആനിൽ തന്നെ ഒരു സ്ഥലത്തില്ലേ അയ്യക്തുമം ഒരായത്തില്ലേ ഇപ്പോൾ മാ ഖലഖല്ലാഹു ഫീ അർഹാമിഹിന്ന ഇൻ കുന്ന യുഅ്മിന്ന ബില്ലാഹി അൽ-ബഖറയിലുണ്ടാവും. അങ്ങനെ കുടുക്ക് ഇതുണ്ടാക്കുന്ന കുറേ മസാലകൾ പലതും ഉണ്ടാവും. പക്ഷേ അത് അള്ളാഹിനെ തോപ്പിക്കലാണ്.
والمطلقات يتربصن بأنفسهن 3 قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله. ലേറ്റ് ഇടണം കുറച്ച് എന്തിനാ. അപ്പോൾ ഇനി എന്താ പറയാൻ പോകുന്നത്? മനുഷ്യന് അത് നന്ന ലേറ്റായാൽ തെളിയുന്നില്ല. ഇത് അത് മതി. മനുഷ്യൻ്റെ ഋതുബേഴ എന്ന് പറയുന്നത് ബഹീമത്തിൻ്റെയും മലായിക്കത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു പദവിയാണ്. അതാ പറയുന്ന അത് മറ്റേ ആ കിതാബിലുണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനിക്കുള്ള പ്രത്യേകത എന്താണ്, എന്തുകൊണ്ട് മനുഷ്യനായി. ഇവിടെ പറയും ഞാൻ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് 2 കാലം നിൽക്കുന്ന ഇങ്ങനെ കുത്തനെ ജീവിക്കുന്ന ഒരു പടപ്പ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ്റെ മൂല്യമുള്ള ഒരാളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് തന്നെ പറഞ്ഞു. ഇത് കുറേ ആയത്ത് ഈ താഴെ പറയുന്ന ആളെല്ലാം മനുഷ്യന്മാരിൽപ്പെട്ട അന്യാണ്. ലസ്ത മുർസല എന്ന് പറഞ്ഞത് മനുഷ്യൻ തന്നെയായിരുന്നു. ഓറ ഞാൻ എണ്ണീറ്റില്ല. ബഷറും മിസ്ലുക്കും എന്ന് പറഞ്ഞത് മനുഷ്യന്മാർ തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ കാഴ്ചയിൽ ഒരു മനുഷ്യനല്ല. ഇത് അതെ അതെ അതാ വൽ ഇൻസാനു റുതുബത്തുഹു ഫൗക റുതുബത്തിൽ ബഹായി. മൃഗങ്ങളുടെ റുത്തുബൻ്റെ മേലെയാണ് ഇൻസാന് അല്ലേ. ലി ഖുദ്റത്തിഹി ബിനൂരിൽ അഖൽ. അഖലിൻ്റെ നൂറ് കൊണ്ട് അവന് സാധിക്കും അലാ കസ്രി ഷഹ്വത്തിഹി. ഷഹ്വത്തിനോട് പടപൊരുത്താൻ കഴിയും. വദൂന റുത്തുബത്തിൽ മലായിക്ക. മലായിക്കത്തിൻ്റെ താഴെ വന്നു. അപ്പം ഇവൻ എന്താക്കുക, ഉയരാൻ വിചാരിച്ചാൽ മലായിക്കത്തിലേക്ക് എത്താം. അത് അലിസ്തിലായി ഷഹവാത്തി അലൈഹി. എന്തുകൊണ്ട് ദൂനായി? ഷഹവാത്ത് ഇവനിലുണ്ട്. വ കൗനിഹി മുബത്തലംബി മുജാഹദത്തിഹ. മുജാഹദ ചെയ്യൽ കൊണ്ട് ഇവനിക്കിവിടെ കുടുങ്ങിയിട്ടുണ്ട്. മലായിക്കത്തിന് എന്തുകൊണ്ട അങ്ങനത്തെ ഒരു മുജാഹദ വേണ്ട. അപ്പം ഫകുല്ലമൻ ഹമക ഫി ഷഹവാത്തിലേക്ക് കുത്തി വീഴുമ്പോൾ ഇൻഹത്തൈല അസ്ഫലി സാഫലി താഴോട്ടേക്ക് പോകും. വൽ തഹക്ക ബി ഹിമാരിൽ ബഹായിം. ബഹീമത്തിൻ്റെ കൂട്ടത്തിലേക്കും ചേരും. വകുല്ലമ കമാ ഷഹവാത്തിനെ പിടിച്ചു നിർത്തി ഇർത്തഫൈല അല ഇല്ലിയന വൽ തഹക്ക ബിൽ മലായിക്കത്തി. മലായിക്കത്തിലേക്ക് കയറും. നമുക്കിവിടെ നോമ്പ് നോറ്റിട്ട് മലക്കാകെ വേണ്ടത്. അല്ലാണ്ട് കുറേ ഭക്ഷണ സാധനമാണ് കെട്ടിക്കിടക്കുന്നത് വൈകുന്നേരം തിന്നാന്ന് പറഞ്ഞ് വെക്കലല്ല. അത് പറയുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ല. വൽ മലായിക്കത്തു മുഖറബൂന മിനല്ലാഹി അസ്സ വജല്ല. മലായിക്കത്തുകൾ അള്ളാഹിനെക്കുള്ള മുഖറബീങ്ങളാണ്. വല്ലദീ യഖ്തദീ ബിഹിം വയതശബ്ബഹു ബി അഖ്ലാഖിഹിം. ആ മുഖറബീങ്ങളായ മലായിക്കത്തിനോട് തുടരുകയും അവരെ കൊണ്ട് തശബ്ബുഹാവുകയും ചെയ്യുന്നവർ യഖ്റുബു മിനല്ലാഹി അസ്സ വജല്ല. അള്ളാഹിനെക്കൊണ്ട് ഓർവ് കൊടുക്കും. ഖുർബിഹിം മലായിക്കത്ത് എടുത്തതുപോലെ. കാരണം ഫഇന്ന ശബീഹ മിനൽ ഖരീബി ഖരീബൂൻ. അതൊരു പഴഞ്ചൊല്ലാണ്. ഖരീബിനോട് സാദൃശ്യമുള്ള ആളും ഖരീബാണല്ലോ. വലൈസൽ ഖുർബ് എന്ന് പറയട്ടെ, അതിന് അഖീദയാണ് പറയുന്നത്. വലൈസൽ ഖുർബ് സമ ബിൽ മക്കാൻ. മക്കാൻ കൊണ്ടുള്ള ഖുർബ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബൽ ബിസ്തിഫാത്ത്. സിഫാത്ത് കൊണ്ടുള്ള ഖുർബാന്ന്. മക്കാനുള്ളത് ഈ സാധനം ആ സാധനം എടുത്തതുപോലെ മസാഫത്ത് അതല്ല. വൈദാക്കാന ഹാദാ സിർറു സ്വാമി. നോമ്പിൻ്റെ സിർറ് ഇതാകുമ്പോൾ ആരെടുക്കൽ? ഇന്ദ അർബാബിൽ അൽബാബി. ബുദ്ധിജീവികളെടുക്കൽ. മസഹാബിൽ ഖുലൂബ്. കൽബിൻ്റെ ഉടമ എടുക്കലും. ഫഅയ്യു ജദ്വാലി തഖീരി ഉക്കലത്തിൻ വജംഇ ഉക്കലത്തൈനി. ഒരു ഭക്ഷണം പിന്തിച്ച് വെച്ചിട്ട് 2 ഭക്ഷണം ഒന്നിച്ച് കഴിക്കുന്ന ഇന്ദൽ ഇശാ. വൈകുന്നേരമാകുന്ന അവസരത്തിൽ ഇന്നർത്ഥമുള്ളത്. ഒരു നേരം എന്താ നിർത്തിവെച്ചത്? ഉച്ചക്കത്തെ കഞ്ഞിയെ നിർത്തിവെച്ചിട്ടുള്ളൂ. അതോടെ മാൽ ഇൻഹിമാക്കി ഫി ഷഹവാത്തിൽ ലുഹർ തുമുലന്നഹാർ. പകല് മുഴുവനും മറ്റു ഷഹവാത്ത് കൊണ്ട് മുങ്ങിക്കുളിച്ചിട്ടുണ്ട്. വലൂക്കാനളി മിസ്ലിഹി ജദ്വ. ഇതിന് വല്ല ഫായിദയും ഉണ്ടെങ്കിൽ ഫയ്യു മാനാലി ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കമ്മിൻ സായിമിൻ ലൈസ ലഹു മിൻ സൗമിഹി ഇല്ലൽ ജൂഉ വൽ അത്ഷ്. എത്രയോ നോമ്പുകാരുണ്ട്, ആ നോമ്പിനെ കൊണ്ട് അവൻ വിശന്നു ദാഹിച്ചു എന്നല്ലാതെ വേറെ ഫായിദയും ഇല്ല എന്ന് പറയേണ്ടിയില്ലല്ലോ. മനസ്സിലായില്ലേ? വലിഹാദ ഖാല അബൂദ്ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ ഹബ്ബദാ നൗമുൽ അഖിയാസ് വഫിതുറുഹും. ബുദ്ധിജീവികളായ കുറേ അഖിയാസ് ഉണ്ട്, ബുദ്ധിമാന്മാർ. കയ്യീസ്. അവർ ഉറക്കും. ഉറക്കെന്ന് പറഞ്ഞാൽ ഓറെന്താക്കുന്നില്ല, ഉറക്കമൊഞ്ഞ് വല്ലാണ്ട് ഇബാദത്തും എടുക്കുന്നില്ല, ഉറങ്ങുന്നു. അപ്പോൾ ഫിത്തുറുഹും അവർ കൗരവതായ നോമ്പൊന്നും എടുക്കുന്നില്ല, അവർ പട്ടിണി കിടക്കുന്നില്ല, നല്ല തിന്നിട്ട് കുടിച്ച് ജീവിക്കുന്നു.
അതാണ് ഏറ്റവും മെച്ചമെന്ന്. എന്തുകൊണ്ടാന്ന്? മറ്റവൻ്റെ നോമ്പിനൊക്കെയാണ് ഇവരെ ഉച്ചക്ക് കഞ്ഞി കുടിക്കലല്ലത്. ഇതാ കൈഫ യഗ്ബനൂന സൗമൽ ഹംക വസഹറഹും. ഹംകീങ്ങളായ ആളുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റാണ് അക്കിയാസ് എന്ന് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് ഹംക. അവരുടെ നോമ്പ് അടുത്തേക്ക് നോക്കിയിട്ട് ഫിത്തറിലേക്ക് നോക്കിയിട്ട്. അതുപോലെ വസഹുറുഹും അവർ ഉറക്കൊഴിയൽ ഏതിലേക്ക് നോക്കിയിട്ട് നൗമും. അവർക്ക് നഷ്ടമായി തോന്നുകയാണ്. പാപം വല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, നോമ്പുടെ ഭാഗ്യം കിട്ടിയിട്ടുമില്ല. എത്രയോ കത്തമ്പയങ്ങും ഇങ്ങനെ അടുത്ത് എഴുതി വെക്കലാണ്. പക്ഷെ ഒരൊറ്റ കലിമത്ത് പോലും ശരിയായിട്ടുണ്ടാവില്ല. ഖാലിൽ ഖുർആനി വൽ ഖുർആനി അൽ അൻഹു എന്നല്ലേ പറഞ്ഞു. ഒരു അക്ഷരത്തിൻ്റെ 10 കൂലി തരും എന്ന് പറഞ്ഞാൽ അതേ നബിയാണെന്ന് പറഞ്ഞത്. എത്രയോ ആളുണ്ട് ഖുർആൻ ശമിക്കുന്നുമുണ്ട്. വലദറത്തും മിൻ ദീ യഖീനും വ തഖ്വ. യഖീനും തഖ്വയുമുള്ള ഒരു മനുഷ്യൻ്റെ ഒരാറ്റം മതി. അത് അഫ്ളലാണ്, അർജഹാണ് മിൻ അംസാലുൽ ജിബാലി ഇബാദത്തൻ മിനൽ മുഖ്തദീൻ. ഉറൂറിൽപ്പെട്ട ആളുകളുടെ പർവ്വത തുല്യമായ ഇബാദത്തിനാക്കാണ് ഇവർ ഒരാറ്റം മതി. വലിദാലിക ഖാല ബഅദുൽ ഉലമാ പറയുന്നു കമ്മിൻ സായിമിൻ മുഫ്തിർ. എത്രയോ നോമ്പാർ നോമ്പില്ലാത്ത ആളുകളാണ്. വകമ്മിൻ മുഫ്തരിൻ സായിമുൻ. നോമ്പില്ലാത്ത ആൾ നോമ്പുകാരാണ് എന്നത്തെ പറഞ്ഞില്ലേ. വൽ മുഫ്തിറു സായിമു ഹുവല്ലദീ യഹ്ഫളു ജവാരിഹു അനിൽ ആസാം. നോമ്പ് ഇല്ലാത്ത നോമ്പുകാരാരാന്ന്? അവൻ്റെ മറ്റുള്ള അംഗങ്ങളെല്ലാം കുറ്റകൃത്യങ്ങളെ തൊട്ട് കാത്തു സൂക്ഷിച്ച് തഖ്വയിൽ നിൽക്കുന്ന ആളാന്നാര്? ഓനിക്ക് നോമ്പ് ഇല്ല, അതേ നോമ്പുണ്ട്. വയഅ്കുലു വയശ്റബു, തിന്നുകയും ചെയ്യും കുടിക്കുകയും ചെയ്യും. വസായിമുൽ മുഫ്തിറോ, നോമ്പുണ്ട്. ഹുവല്ലദീ യജൂഉ വയതശു വയതലഹു ജവാരിഹു. വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, ഇപ്പം ഒന്നും വെള്ളം കുടിക്കൂല, പക്ഷേ അംഗങ്ങളെല്ലാം എന്തായി? ഇഷ്ടാനുസരണം അയച്ചിളക്കിയിട്ടാണ് ഉള്ളത്. ഇഹ്യാ ഉലൂമുദ്ദീൻ ഇതൊക്കെ പറഞ്ഞ് കലമുന്നേറ്റ് ഹിജനെ പറ്റാത്ത ചിലർക്ക്. വമിൻ ആദാബി ത്വആം, നേരത്തെ പറഞ്ഞില്ലേ ഹലാലായാലും വല്ലാതെ നടക്കണ്ടെന്ന്. അൻ യതഹദ്ദസു ഫീ ഹാലി അക്ലിഹി ബിൽ മഅറൂഫ്. ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ മഅറൂഫായ മറ്റേ ദീനിയായ ചില കാര്യങ്ങൾ സംസാരിക്കുക. അന്നേരം എന്താക്കും? കുറച്ച് തിന്നൽ കുറയും. അതിനവർക്ക് ലേശം ഇൻ്റർവ്യൂ ഒന്നുമില്ല. വയതഹദ്ദസു ബികായാത്തി സ്വാലിഹീന ഫിൽ അത്ഇമതി വഗൈരിഹ. ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ സാലിഹീങ്ങളുടെ ചില ഹിക്കായത്ത്, അവർ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ഛർദ്ദിച്ചിരുന്നു, ഇതൊക്കെ പറയലി. അതൊരു ആദാബാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ആദാബിലാണ് മൂപ്പർ സാധനം പറയാറുള്ളത്. ഇനി അത് ഫലമ്മാ കാന സബ്റു അലസ്സൗമി അലൽ ഖുസൂസി ഖംഅൻ ലിശൈത്വാൻ. നോമ്പിൻ്റെ മേലിലുള്ള ക്ഷമ എന്ന് പറഞ്ഞത് ശൈത്താൻ എന്താക്കി? വേരോടെ പറിച്ചെറിയലാണ് അതിനുള്ളിലുള്ളത്. വസദ്ദല്ലി മസാലിക്കിഹി, ശൈത്താൻ കയറുന്ന പാതകളെ അടക്കലുമാണ്, ക്ലോസ്. പിന്നെ തദീഖല്ലി മജാരിഹി, ശൈത്താൻ ഓടി നടക്കുന്ന മാർഗങ്ങളെ കുടുസാക്കലാണ്. അന്നേരമ്പം ഇസ്തഹക്ക തൻസീഖ് ബിന്നിസ്ബതി ഇലല്ലാഹ്, അതാണ് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞതിൻ്റെ കള്ളി. ശൈത്താനെ മുതുക്കൽ കാര്യമായിട്ടുണ്ട്. ഫഫീ ഖംഅ അദുബില്ലാഹി, അള്ളാഹുവിൻ്റെ ശത്രുവിനെ പിഴുതെറിഞ്ഞാൽ നുസ്റത്തുല്ലാഹ്, അള്ളാഹിനെ സഹായിക്കൽ എന്ന് പറയാലോ. വ നുസ്റത്തുല്ലാഹി, അള്ളാഹിനെ സഹായിക്കൽ മൗഖൂഫത്തുൻ അല നുസ്റത്തി ലഹു. ഖാല അല്ലാഹു തആല ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹിനെ സഹായിക്കുമെങ്കിൽ അള്ളാഹ് നിങ്ങളെയും സഹായിക്കുന്നതായി. അപ്പോൾ അതിൻ്റെ ഫലം എന്താക്കും? ഇങ്ങോട്ടും കിട്ടും. അതുകൊണ്ട് ഫൽ ബിദായത്തു ബിൽ ജുഹുദി മിനൽ അബ്ദി വൽ ജസാഉ ബിൽ ഹിദായത്തി മിനല്ലാഹി തആല. അബ്ദിൻ്റെ പക്കൽ നിന്നുള്ള അധ്വാനമാണ് തുടക്കത്തിൽ, അള്ളാഹിൻ്റെ പക്കൽ നിന്നുള്ള ഹിദായത്താണ് അതിൻ്റെ പര്യവസാനം. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും അങ്ങനെ ഇങ്ങോട്ടും. പിന്നെ അബ്ദ് തുടങ്ങിയ എങ്ങനെയാണ്? അള്ളാഹിനെ പക്കുന്നതാണ്, അല്ലെങ്കിൽ ഹൗലും ഖുവ്വത്തില്ലല്ലോ. ولذلك قال الله تعالى والذين جاهدوا فينا لنهدينهم سبلنا. നമ്മൾ പറഞ്ഞ മാർഗത്തിൽ എന്തായി? ഒരാൾ കഠിനാധ്വാനം ചെയ്ത് മുജാഹദ ചെയ്താൽ നമ്മളെ പ്രത്യേക സബീലിലേക്ക് ഞാൻ അവനെ ചേർക്കും, ഹിദായത്തിലാക്കും എന്ന് പറഞ്ഞേ ആയത്തത്. അപ്പോൾ വല്ലദീന ജാഹദൂ ഫീന ഏതാണ്? സുലൂക്ക്. ലനഹ്ദിയന്നഹും സുബലനാ എന്ന് പറഞ്ഞ ജദ്ബത്ത്. وقال تعالى إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم. അപ്പോൾ ഒരു സുലൂക്കില്ലാത്ത കാലത്തോളം ജുദുബിന് വേണ്ടി കൊടുക്കൂലെന്ന്. പിന്നെ ഓശാരം കൊടുക്കുന്ന അത് വേറെ കാര്യം.
ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിമാണേത് സുലൂക്ക് جدول إذا അല്ല يغير هذا أنا سلوك ഇന്നല്ലാഹ ലാ യുഗയ്യിറു. അപ്പോൾ കൃഷി ചെയ്ത് വെള്ളം നനച്ച് ഇതെല്ലാം ആക്കിയാലും ചിലപ്പോൾ പണം കൊടുക്കില്ല. അള്ളാഹുടെ ഭൂമിയിൽ അള്ളാഹ് ഉളപ്പിച്ചോട്ടെ എന്ന് വെച്ചാൽ ചിലപ്പോൾ പണം കിട്ടിയെന്നും വരില്ല, ഇല്ലതും വരാം. ഇനി വ ഇന്നമ തഗയ്യുറു കസ്റു ശഹവാത്തി ഫഹിയ ബി മറാത്തി ശയാത്തീൻ. അതാ തഗയ്യുർ ഏതാ? ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ. അവിടെ ഒരു തഗയ്യുർ കണ്ടില്ലേ? അവിടെ തഗയ്യുർ എന്ന ഇബാറത്ത് വേണ്ടത് മനസ്സിലായ? വൈന്നമ തഗയ്യിർ ഏത് തഗയ്യിർ? ആയത്തിൽ പറഞ്ഞിട്ടതാ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു. അപ്പം യുഗയ്യിറു എന്ന് പറഞ്ഞ തഗയ്യിർ ഇവൻ ശൈത്താന്മാരെ കേന്ദ്രത്തിൽ നിന്നിട്ട് ശൈത്താനെ പിടിച്ചൊതുക്കുക, അതാ തഗയ്യിർ. ഫമാദാമത് മുഹ്സബത്തൻ ലം ജസാലു യതറദ്ദദൂന ഇലൈഹ. അപ്പോൾ ശൈത്താന്മാർ മേയുന്ന സ്ഥലം പച്ച പിടിച്ച് അവനിക്ക് മേയാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ വന്നുകൊണ്ട് നിൽക്കും. അതുകൂടെ അടച്ചു കളഞ്ഞാലോ പ്രവേശനമില്ല. ലം ജസാലു യതറദ്ദൂന വമാ ദാമു യതറദ്ദദൂന ഇലൈഹ. അതിലേക്ക് വന്നും പോയിക്കൊണ്ട് ശൈത്താന്മാർ നിൽക്കുമ്പോൾ ഫയങ്കശിഫു ലിൽ അബ്ദി ജലാലുല്ലാഹി സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ ജലാല് ഇവന് തുറന്നു കാണൂല. അതുകൊണ്ടായി വക്കാന മഹജൂബൻ, അവനകത്ത് ഹിജാബുള്ളവന് അല്ലിഖാഇഹി. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗലാ അന്ന ശയാത്തീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം. ശൈത്താന്മാർ മനുഷ്യന്മാരുടെ കൽബിൻ്റെ ചുറ്റും ഇങ്ങനെ റോന്ത് ചുറ്റുന്നുണ്ട്. അതില്ലായിരുന്നുവെങ്കിൽ ഇല്ല നളറു ഇല്ല മലക്കൂത്തി സമാവാത്ത്, ആകാശത്തിന് മലക്കൂത്ത് ഓറ ഇന്നേക്കും തന്നെ കാണുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഇപ്പം കാണാത്തെന്താന്ന്? മറ്റവനോട് ഇങ്ങനെ ചുറ്റിയെന്നു, അത് തീർന്നു അല്ലേ? ആ ബാബയെ തീർന്നില്ലേ? പിന്നെ ഇതാണത് കിസ്മ സാനിയാണ് ഇജ്തിനാബിൽ മാസി. അതിപ്പോൾ എത്ര സമയമുണ്ട്? അതിപ്പം തുടങ്ങിയാലാവും. നമുക്ക് ഒരു ക്ലാസ് നാളെ ഉണ്ടല്ലോ അല്ലേ? അത് റമദാൻ നമുക്ക് തീരും.